സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെ രൂക്ഷമായി വിമർശിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അയോധ്യയിൽ വിളക്കുകൾ തെളിയുമ്പോൾ ചിലർക്ക് അത് വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും. അയോധ്യ ഇപ്പോൾ വികസനത്തിന്റെയും പൈതൃകത്തിന്റെയും പ്രതീകമായി മാറിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള സനാതനധർമ്മ അനുയായികൾ ഇപ്പോൾ അയോധ്യയിലേക്ക് കടന്നു വരുന്നു. രാമൻ ഒരു മിഥ്യയാണെന്നതായിരുന്നു ചിലർക്ക് കുറെ കാലം പറഞ്ഞു നടന്നിരുന്നത്. ഇപ്പോൾ ആകട്ടെ അവർക്ക് രാമജന്മഭൂമി ആകട്ടെ വിളക്കുകൾ തെളിയുന്നതിനാണ് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത്. അഖിലേഷ് യാദവിനെ ഉന്നം വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. സനാതന ധർമ്മത്തെ ഇരുട്ടിലാക്കാനും ഒരു നഗരത്തെ മുഴുവൻ ഇരുട്ടിലാക്കാനും ഇവരുടെ പാർട്ടി ശ്രമം നടത്തിയതായും അതിനെതിരെയാണ് താൻ രംഗത്ത് വന്നിരിക്കുന്നതെന്ന വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ് യോഗി ആദിത്യനാഥ് നൽകിയിരിക്കുന്നത്. നല്ലൊരു ദീപാവലി ആഘോഷിക്കുന്ന വേളയിൽ പോലും ഉത്തർപ്രദേശ് സർക്കാർ നഗരത്തിൽ വിളക്കുകൾ തെളിയിക്കാൻ അവിടെ അവർ കോടികൾ ചിലവഴിക്കുന്നു എന്ന ആക്ഷേപമാണ് അഖിലേഷ് യാദവിന്റെ പാർട്ടി ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യോഗി തക്കതായ മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വരുന്നത്. സത്യത്തെ പ്രശ്നത്തിലാക്കാം, പക്ഷേ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് ഓരോ വിളക്കും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വർഷങ്ങളായി തന്നെ നഗരത്തിനെ ഇരുട്ടിലാക്കിയ സമാജ്വാദി പാർട്ടിക്ക് വ്യക്തമായൊരു മുന്നറിയിപ്പും ഒരു മറുപടിയും കൂടെയാണ് ഇതിലൂടെ നൽകുന്നത്. രാമക്ഷേത്ര പ്രസ്താവനത്തിനിടെ കർസേവകർക്ക് നേരെ വെടിയുതിർത്തവരാകട്ടെ 2024 ക്ഷേത്രത്തിന്റെ മഹത്തായ ഉദ്ഘാടനത്തിൽ ഒരിക്കൽ പോലും പങ്കെടുത്തിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വെടിയുതിർത്തവർ ഒരിക്കലും രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നിട്ടില്ല. രാമക്ഷേത്ര പ്രസ്ഥാനത്തിന്റെ ആ ക്ഷേത്രം പണിയുന്നത് തടയാൻ പോലും ഇവർ അഭിഭാഷകരെ നിയോഗിച്ചിരുന്നു. ഞങ്ങൾ വിളക്കുകൾ കത്തിച്ചപ്പോൾ അവർ വെടിയുതിർക്കുകയാണ് ചെയ്തത്. സത്യത്തെ അസ്വസ്ഥമാക്കാം, പക്ഷെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് ഓരോ വിളക്കും നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിന് വിജയം കൈവരിക്കുക എന്നതാണ് ഒരു വിധി. ആ ജീവിതത്തിന്റെ വിധിയോട് തന്നെ സനാതനധർമ്മം 500 വർഷമായി തന്നെ തുടർച്ചയായി പോരാടുകയാണ് ചെയ്യുന്നത്. ആ പോരാട്ടങ്ങളുടെ ഫലമായി തന്നെ അയോധ്യയിൽ ഒരു മഹത്തായതും ദിവ്യവുമായ ക്ഷേത്രം നിർമ്മിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് അദ്ദേഹം ഇതിലൂടെ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അയോധ്യയിൽ വിളക്കുകൾ തെളിയുന്നത് ചിലരിൽ വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ദീപാവലിയോടനുബന്ധിച്ചുകൊണ്ട് അയോധ്യയിൽ 26 ലക്ഷത്തിന്റെ വിളക്കുകൾ തെളിയുന്ന ഒരു ദീപോത്സവമാണ് നടക്കുന്നത്. ഒരിക്കൽ ഇതേ ഭൂമിയിൽ വെച്ച് രാമഭക്തർക്ക് നേരെ വെടിയുതിർത്തവർക്ക് ഇന്ന് വിളക്കുകൾ തെളിയുന്നത് കാണുമ്പോൾ വലിയ രീതിയിലുള്ള അസ്വസ്ഥത തോന്നുകയാണ് ചെയ്യുന്നത്. എന്നാൽ അത് സ്വാഭാവികമാണ് എന്നും യോഗി ഇവിടെ വ്യക്തമാക്കി. അയോധ്യയിൽ വിളക്കുകൾ തെളിയുന്നതിനായി തന്നെ ഉത്തർപ്രദേശ് സർക്കാർ അനാവശ്യമായി പണം ചിലവഴിക്കുകയാണ് എന്നത് അഖിലേഷ് യാദവിന്റെ പാർട്ടിയും അതേപോലെ ഈ നേതാവും ഇവിടെ വിമർശനം ഉന്നയിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇതിന് തക്കതായ മറുപടി നൽകിക്കൊണ്ടായിരുന്നു യോഗി കടന്നു വന്നതും. രാമക്ഷേത്ര പ്രസ്ഥാനത്തിനിടെ രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ എല്ലാം സമാജ്വാദി പാർട്ടിയിലെ ആളുകൾ ഇവിടെ രാമഭക്തർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അവർ രാമഭക്തരുടെ രക്തം വീഴ്ത്തിയ അതേ ഇടത്ത് തന്നെയാണ് ഞങ്ങൾ വിളക്കുകൾ കത്തിക്കുന്നത്. അവർ വിശ്വാസത്തെ പൂട്ടിയിട്ടുകൊണ്ട് അപമാനിച്ചു. ഞങ്ങൾ ആ വിശ്വാസത്തെ മോചിപ്പിച്ചുകൊണ്ട് ആരാധിക്കുകയാണ് ചെയ്യുന്നത്. രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് ഞങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചിട്ടും അവരാരും തന്നെ ഇവിടേക്ക് വന്നില്ല. എന്നാൽ വിദേശികളായ അധിനിവേശക്കാരുടെ ശവകുടീരങ്ങൾ സന്ദർശിക്കാൻ അവർ എപ്പോഴും എത്താറുണ്ട് എന്നും അദ്ദേഹം ഇവിടെ വിമർശനം ഉന്നയിച്ചു. അയോധ്യയിലെ ഈ ദീപോത്സവം 500 വർഷത്തെ വിശ്വാസ പോരാട്ടത്തിന്റെ ഒരു വിജയത്തെ പ്രകീർത്തിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയുടെ ഫലമാണ് എന്നതായിരുന്നു യോഗി ഇവിടെ വ്യക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.